അപ്പോൾ അതിനുശേഷം പിന്നെ വാര്യരുടെ ചില പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം പിന്നെ പുള്ളി മലപ്പുറത്തായിരുന്നു കുറേ നാൾ കോൺഗ്രസ് ചേർന്നതിന് ശേഷം. ലീഗ് നേതാക്കളെ കാണുന്നു, തങ്ങളടുത്ത് പോകുന്നു, കാലിത്തൊട്ട് വണങ്ങുന്നു, യൂത്ത് ലീഗുമായിട്ട് നേതാക്കളായിട്ട് കെട്ടിപ്പിടിക്കുന്നു, ബിരിയാണി തിന്നുന്നു. എനിക്ക് പണ്ട് തെറ്റുപറ്റിപ്പോയതാണ്, നിങ്ങളാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുസ്ലിം സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഒരു താരമായി ഇദ്ദേഹം മാറുന്ന നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആശങ്ക BJP ക്യാമ്പുകളിലുണ്ടായി. കാര്യം നമുക്ക് പണിയാകുമോ എന്നൊരു ആശങ്ക അന്ന് അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതവർ പുറത്ത് കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നെ സന്ദീപ് വാര്യർ, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ ഈ മൂവരും കൂടെ ചേർന്നിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതിലൊരു വിജയിക്കുകയും ചെയ്തു. ആ ഹൈജാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സ്വതവേ നേരത്തെ തന്നെ പിന്നെ ഈ ഞരമ്പനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അധികാരം കൂടെ കിട്ടിയപ്പം കുറച്ച് കൂടുതൽ ഈ അധികാരത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ വലയിലാക്കാനും അവരെ വശീകരിക്കാനും ഗർഭിണികളാക്കാനും ഗർഭച്ഛേദം നടത്താനും അദ്ദേഹം പിന്നെ നിരന്തരമായ ശ്രമം നടത്തി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞതുപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.